വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ചന്ദ്രയെ കാണാനില്ല എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്നുള്ളത് സ്വാമിയാണെങ്കിൽ മഹേന്ദ്രനോട് പറയുന്നുണ്ടല്ലോ, വിമാനക്കിടന്ന് നോക്കണ്ട എന്നുള്ളത്. അതനുസരിച്ച് മഹേന്ദ്രനാണെങ്കിൽ പോലീസ് റസാഖിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതനുസരിച്ച് അവർ അന്വേഷണമൊക്കെ തുടരുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു ശിവൻ്റെ ലോഡ്ജിലാണെങ്കിൽ പ്രകാശനും ചന്ദ്രയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ സോമശേഖരനാണെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമെന്നോണം ആ ഒരു ശിവനിലേക്കും എത്തുന്നുണ്ട്. അന്നേരം ശിവൻ താമസിക്കുന്ന ആ ഒരു ലോഡ്ജിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ ഇങ്ങനെ പ്രകാശൻ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രയും പോലീസിനെയൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. വനിതാ കോൺസ്റ്റബിളും ഒക്കെ ഉണ്ട്, അവരെല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സോമശേഖരൻ പറയുന്നുണ്ട്, അപ്പോൾ ശിവൻ ഇവിടെ ലോഡ്ജിൽ റൂം എടുത്തിട്ട് പെൺവാണിഭം നടത്തുകയാണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം ഈ ചന്ദ്രയും പ്രകാശനും ഒക്കെ പറയുന്നുണ്ട് അന്നേരം പെങ്ങളാണ് എന്നുള്ളതൊക്കെ. പക്ഷേ അവരാണെങ്കിൽ കൂട്ടാക്കുന്നേ ഇല്ല, പിടിച്ചുകൊണ്ട് പോവുകയാണ് ചന്ദ്രയും പിന്നെ പ്രകാശനെയും. പക്ഷേ അന്നേരം കമലൻ അവിടെയുണ്ട്. കമലൻ പറയുന്നുണ്ട് ഇത് ആശാൻ്റെ പെങ്ങളാണ് എന്ന് പറയുമ്പോൾ സോമശേഖരനാണെങ്കിൽ കമലിൻ്റെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. ആ നേരത്തെ ആണെങ്കിൽ പൈസ പിരിക്കാൻ ചെന്നപ്പോൾ ശിവൻ തല്ലിയതും ആകെ ഒരു ദേഷ്യമൊക്കെ സോമശേഖരൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി കമലിനോടും തീർക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജീപ്പിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോകുമ്പോൾ പാതി വഴിക്ക് ശിവനാണെങ്കിൽ വിഷ്ണുവിൻ്റെ ജീപ്പിൽ എത്തുന്നുണ്ട്. എന്നിട്ട് വണ്ടിക്ക് ഇങ്ങനെ വട്ടം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം സോമശേഖരനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം അവർ ചെയ്ത കുറ്റം എന്താണ് എന്നുള്ളതിങ്ങനെ വിഷ്ണു അല്ല ശിവൻ ചോദിക്കുമ്പോൾ ഇമ്മോറൽ ട്രാഫിക് എന്നിങ്ങനെ പറയുന്നുണ്ട്. കൊണ്ടുപോവുകയാണ്, ഇങ്ങനെ പെറ്റീഷനൊക്കെ തന്നിട്ടുണ്ട്, അതനുസരിച്ച് കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ ശിവനാണെങ്കിൽ പിന്നീടൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അതിനുശേഷം അവരെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോമശേഖരൻ ഇവരെ കൊണ്ടു ചെന്ന ശേഷം റസാഖാണെങ്കിൽ മഹേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, പ്രകാശൻ ചന്ദ്ര രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് കളക്ടറുടെ ആ ഒരു ചേംബറും കാണിക്കുന്നുണ്ട്, ശാലിനിയും കാണിക്കുന്നുണ്ട്, പിന്നീട് ഡേവിസും ആൻ്റണിയും കൂടി അവിടേക്ക് വരുന്നതും കാണിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഇവരായിരിക്കും ചിലപ്പോൾ പിന്നെ ഒറ്റിക്കൊടുത്തതെന്നറിയില്ല. ഡേവിസും ആൻ്റണിയും ആയിരിക്കണം ചന്ദ്രയും പ്രകാശനും ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിച്ചത് എന്ന് അത് കാണിക്കുന്നില്ല. അവരിങ്ങനെ ഒരു ഡോറ് തുറന്ന് ഇങ്ങനെ വരുന്നതേ കാണിക്കുന്നുള്ളൂ. ശാലിനിയും ഇങ്ങനെ ആകെ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സീനുമൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെല്ലുമ്പോൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്, ഇഷ്ടപ്രകാരം ഇങ്ങനെ വിവാഹം കഴിക്കാനാണെന്ന് പറയുമ്പോൾ പക്ഷേ മഹേന്ദ്രനും അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശാലിനി മിക്കവാറും ആ ഒരു വിവാഹത്തിന് കൂട്ടുനിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിവാഹം അവിടെ നടക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മഹേന്ദ്രനും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശിവൻ്റെ പെങ്ങളാണ് എന്നുള്ളത് അന്നേരത്തായിരിക്കണം ശാലിനി അറിയുന്നത്, പ്രകാശം സ്നേഹിക്കുന്ന പെൺകുട്ടി അങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നത്. അതിന് പിന്നീടുള്ള ഒരു ചെറിയൊരു പ്രൊമോയിൽ വന്നിരിക്കുന്നത് തന്നെയാണ് പിന്നെ രേഷ്മയാണെങ്കിൽ തിരിച്ച് ഇവിടെ നേരത്തെ വന്ന പ്രൊമോയിലെ പോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഒരു ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നതും ശിവൻ്റെ ആ ഒരു ഫോട്ടോയും ഫയലും എല്ലാം കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശിവനെ കാണുന്നതുമൊക്കെ. അപ്പോൾ ശാലിനി ആ ഒരു സത്യം അറിയുന്ന നിമിഷം തന്നെ എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശാലിനി അറിയുമായിരിക്കും ശിവനാണ് വിഷ്ണുവിൻ്റെ ഹൃദയം ശിവനാണ് കൊടുത്തത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ചന്ദ്രയുടെയും പ്രകാശൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ ഇവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ മഹേന്ദ്രൻ ആ ഒരു രണ്ട് മക്കളെ അവിടെ കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി എന്താകുമെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.